ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാറ്റിൻ റിബൺ എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ വീതി ഉള്ളതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഈ ഒരു സൈസേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇതെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തതിനായിട്ടും സാറ്റിൻ റിബൺ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡ് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. ലൈറ്റർ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സാറ്റിൻ റിബൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉരുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇതേപോലെ ഒന്നിൻ്റെ മുകളിലോട്ട് ഓവർലാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം സൂചി നൂല് യൂസ് ചെയ്തിട്ട് തുന്നി കൊടുക്കുക. തുന്നുമ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് കെട്ടിട്ടിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് തുന്നി എടുക്കുമ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്ററുകൾ കണ്ടിട്ട് നമ്മളുടെ തുന്നി കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ബാക്കിലോട്ട് വരുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒന്ന് തുന്നി കൊടുക്കാം. ഗ്ലൂ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ തുന്നി ഒന്ന് വലിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ നിൽക്കില്ലേ, ഇതേപോലെ ആക്കണം. എൻ്റെ ഭാഗം ഒരു കോർണർ ആവുന്ന പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കോർണറായിട്ട് വരുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി വലിയ റിബൺ ആണെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത് അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ഇട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ ഇട്ട് നമ്മളൊന്ന് പിടിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ. ചെറിയ പീസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. വലിയ പീസാണെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒരു ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടാവും, അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് തുറന്ന് നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അഭംഗിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഹെയർ ബോ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഒരു ഹെയർ ടൈ ആണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ റബ്ബർ ബാൻഡ് എടുക്കാം, അല്ലെങ്കിൽ ഹെയർ ടൈ എടുക്കാം, ഹെയർ ബാൻഡ് എടുക്കാം, എല്ലാം എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചെയ്തെടുത്ത സംഭവം ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഫ്ലാറ്റ് ആയിട്ടല്ല, മുകളിലോട്ട് നിൽക്കുന്ന വിധത്തിൽ കേട്ടോ. സൈഡാണ് വെച്ച് കൊടുക്കേണ്ടത്. സൈഡ് ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പീസ് റിബൺ കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ഇതിനെ താഴത്തോട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഹെയർ ടൈയുടെ അടിയിലോട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് തുന്നിയോ ഗ്ലൂ ഇട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിബൺ ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കില്ലേ, അങ്ങനെയും കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ആ കെട്ടി വരുമ്പോഴാണ് അതിനൊരു ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ റിബണിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് അതിലോട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ. ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് എക്സസൈസ് ഉരുക്കിയൊക്കെ കൊടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിക്സ് പെട്ടെന്ന് ഔട്ട് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ടെയിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മുകളിലോട്ട് തന്നെ വരുന്നില്ലേ എന്നൊക്കെ ഉള്ളത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് വലിച്ചതായി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഇതെന്ന് റാബിറ്റ് ഇയേഴ്സ് ടൈ എന്നാണ് എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്. ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു ഷോ പീസ് പോലെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അധികം ഷോ പീസൊന്നുമില്ല, കുഞ്ഞൊരു ബീഡൊക്കെയാണ് അധികം പേരും വെക്കുന്നത്. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇത് ഇടുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇതേപോലെ ഇതിനെ ബട്ടർഫ്ലൈ വിങ്സ് അല്ലെങ്കിൽ റാബിറ്റ് ഇയേഴ്സ് എന്നൊക്കെയാണ് ഈ ഒരു ഹെയർ ടൈയുടെ പേര്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ടൈ ഇവിടെ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഏത് വീട്ടമ്മമാർക്കും ഒന്നും അറിയേണ്ട, ജസ്റ്റ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഹെയർ ടൈ എല്ലാവരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.